ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പോയി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? നമുക്ക് സാധാരണ തരുന്ന പോലെ പ്രാക്ടീസ് എന്ന് പറയുന്നൊരു വേർഡ് തന്നിട്ടുണ്ട്. അതിന് എന്തായിട്ടുണ്ട്, വേറെ രീതിയിൽ അത് ഷഫിൾ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ എഴുതിയെന്ന് നമുക്കറിയില്ല. അതിനൊരു കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കോഡ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതേപോലെ തന്നെ ഫ്ലെയിംസിൻ്റെ ആൻസറും കണ്ടെത്തണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് സോൾവ് ചെയ്ത് നോക്കിയാലോ? ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് പ്രാക്ടീസ് തന്നിട്ടുള്ളത് എഴുതാം. ഇത് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഒന്ന് നോക്കി നോക്ക്. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? സ്റ്റാർട്ടിങ് ലെറ്റർ പി, ഇവിടെയും സ്റ്റാർട്ടിങ് ലെറ്റർ പി, എൻഡിങ് ഇ, ഇവിടെ എൻഡിങ് ഇ തന്നെയാണ്. പിന്നെ നടുക്കുള്ളത് സി ടി, നടുക്കുള്ളത് സി ടി. പിന്നെന്താണ്? ആറ് ഇവിടെ ഉണ്ട്, അത് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ അതേപോലെ തന്നെ ഐ സി ഇവിടെ ഉണ്ട്, അത് നേരെ ഇങ്ങോട്ട് വന്നു. കോഡ് മനസ്സിലായില്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പാറ്റേണിൽ ഷഫിൾ ചെയ്ത് എഴുതി, പിന്നെ ചിലത് റിപ്പീറ്റ് ചെയ്ത് അതേപോലെ തന്നെ വന്നു. അതാണ് നമ്മുടെ കോഡ്. നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കിയാലോ ഫ്ലെയിംസിൽ? ഫ്ലെയിംസിൽ എങ്ങനെ അപ്ലൈ ചെയ്യും? എഫ് എൽ എ എം ഇ എസ്. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി നോക്കി, ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ലെറ്റർ അതേപോലെ തന്നെ വരുവാണ്. അപ്പോൾ എഫും വരും, എസും വരും. നമുക്കൊന്ന് ഓപ്ഷൻ കമ്പയർ ചെയ്ത് നോക്കാം. ഓപ്ഷനിൽ നോക്കുമ്പോൾ അതേപോലെ തന്നെ എല്ലാത്തിലും എഫും വരുന്നുണ്ട്, സ്റ്റാർട്ടിങ് എൻഡിങ് എസും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അസംഷൻ ശരിയാണ്. പിന്നെന്താണ്? ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 6 ഉള്ളൂ ലെറ്റേഴ്സിൻ്റെ എണ്ണം. അന്നേരം എന്ത് ചെയ്യും നമ്മൾ? നമുക്ക് ഫസ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഉള്ളത് 2 ലെറ്റർ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി, അപ്പുറമുള്ള 2 ലെറ്റർ ഇങ്ങോട്ട് വന്നു. അതല്ലേ രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. എൽ എന്തായി? ലാസ്റ്റിലേക്ക് പോയി. അപ്പോൾ എൽ. പിന്നെ അതേപോലെ തന്നെ എം ഇ എന്തായി? ഫസ്റ്റിലേക്ക് വന്നു. എം ഇ. ഓപ്ഷൻ വരുന്നുണ്ടോ? എഫ് എം ഇ എൽ എ എസ്. എഫ് എം ഇ എൽ എ എസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ സി നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? നൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കോഡ് ചെയ്ത് എന്തായിട്ടാണ്? MPKHG ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? DTGCF എന്താണ് എഴുതുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഈ കോഡിൽ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. KNIFE അതെന്തായി? MPKHGI. അപ്പോൾ നമുക്കിവിടെ ലെറ്റേഴ്സൊന്നും മാച്ച് ആക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതണം. എക്ക് 1, ബിക്ക് 2, സിക്ക് 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവും. 26 ലെറ്റേഴ്സിന് ഓരോ പ്ലേസ് വാല്യൂ ഉണ്ട്. 26 പ്ലേസ് വാല്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. കെയിൻ്റെ വാല്യൂ എത്രയാണ് വരിക? K11. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 14. ഐൻ്റെ വാല്യൂ 9. എഫിൻ്റെ വാല്യൂ 6. ഇൻ്റെ വാല്യൂ എന്താണ്? 5 ആണ്. പിന്നെ അതേപോലെ തന്നെ എമ്മിൻ്റെ വാല്യൂ 13. പിൻ്റെ വാല്യൂ 16. കെയിൻ്റെ വാല്യൂ 11. എച്ചിൻ്റെ വാല്യൂ 8. ജിൻ്റെ വാല്യൂ 7. ഇനി നമുക്ക് ഓരോ ഡിജിറ്റും കമ്പയർ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോയെന്ന്. ഫസ്റ്റ് 11, ഇവിടെ 13. അന്നേരം ഇവിടെ എത്രയാണ് ആഡ് ആയിട്ടുള്ളത്? 11ൻ്റെ കൂടെ 2 ആഡായി. 2 ആഡാകുമ്പോൾ 13 ആയി. അപ്പോൾ 14ൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ടുണ്ട് എന്താണ്? 16. 9ൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 11. 6ൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8. 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? കോഡ് എന്ന് പറയുന്നത് 2നെ കൊണ്ട് ആഡ് ചെയ്യുക. ഫസ്റ്റത്തെ ഡിജിറ്റിനെല്ലാം 2നെ കൊണ്ട് ആഡ് ചെയ്തിട്ടുള്ളത് ആണ് നമ്മുടെ കോഡ് വരുന്നത്. അപ്പോൾ ഇതേ കോഡ് നമുക്ക്
ഈ തന്നിരിക്കുന്നതിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിൽ നോക്കാം. എന്താണ്? ഡി ടി ജി സി എഫ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എഴുതാം, അതിൻ്റെയൊക്കെ പ്ലേസ് വാല്യൂ എഴുതാം. ഡിൻ്റെ വാല്യൂ എന്താണ്? 4, ടിൻ്റെ വാല്യൂ 20, ജിൻ്റെ വാല്യൂ 7, സിൻ്റെ വാല്യൂ 3, എഫിൻ്റെ വാല്യൂ 6. ഇനി നമുക്ക് 2 ആഡ് ചെയ്യാം. ഇവിടെ 2 ആഡ് ചെയ്യുമല്ലോ ചെയ്തത്. അപ്പം 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ട് എത്ര കിട്ടും? 6 കിട്ടും. 6ൻ്റെ ലെറ്റർ ഏതാണ് വരിക? എഫ് ആണ് വരിക. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ എഫ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് 2 ആഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 മൈനസ് ചെയ്ത് നോക്കാം. അപ്പം 4 മൈനസ് 2 എന്ന് പറയുമ്പോൾ 2. 2ൻ്റെ വാല്യൂ എന്താണ് വരിക? ബി അല്ലേ? അപ്പം നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ -2 ചെയ്യുക. അപ്പം 4ന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 2 വരും. അതിൻ്റെ പ്ലേസ് വാല്യൂ കറക്റ്റ് ഡിജിറ്റ് വരുന്ന എത്രയാണ്? ബി വരും. എല്ലാ ഓപ്ഷനിലും ബി ഉണ്ട്. അപ്പോൾ നമുക്ക് -2 മൊത്തം ചെയ്ത് നോക്കാം. ഇവിടെ +2 ചെയ്തതുകൊണ്ട് മൊത്തം -2 ചെയ്ത് നോക്കാം. അപ്പോൾ 20ന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 18 വരും. 7ന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 5 വരും. 3ന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 1 വരും. 6ന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 4 വരും. അപ്പം 18 വരുന്നത് ഏതാണ്? 6ആണ് 18. പിന്നെ അതേപോലെ തന്നെ 5 വരുന്നത് ഇ ആണ്. 1 വരുന്നത് എ, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതേപോലെ തന്നെ 4 വരുന്നത് എന്താണ്? ഡി ആണ്. അപ്പം BREAD ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഏത് ഓപ്ഷനാണ് വരുന്നത്? BREAD. BREAD എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ ബി. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? GBOQX സ്റ്റാൻഡ് ഫോർ ഹാപ്പി. നമുക്ക് പിന്നെ ക്രോസിൻ്റെ ആൻസർ എന്താണ് വരുന്നതെന്നാണ്, ആ കോഡിൽ എന്താണ് ആൻസർ വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് GBOQX അതെന്തായി? ഹാപ്പി ആയല്ലോ. ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താ? പ്ലേസ് വാല്യൂ എഴുതാം. ജിൻ്റെ വാല്യൂ എന്താണ്? G7, ബിൻ്റെ വാല്യൂ 2, ഒൻ്റെ വാല്യൂ 15, ക്യൂവിൻ്റെ വാല്യൂ 17, എക്സിൻ്റെ വാല്യൂ 24, എച്ചിൻ്റെ വാല്യൂ എന്താണ്? 8, എൻ്റെ വാല്യൂ 1, പിൻ്റെ വാല്യൂ എന്താണ്? 16, അഗെയിൻ പിൻ്റെ വാല്യൂ 16, വൈൻ്റെ വാല്യൂ എന്താണ്? 25. ഇനി അടുത്ത് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക്. 7 എന്തായി? 8 ആയി. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ +1 അല്ലേ? പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ എന്താണ്? 2 1 ആയി. 2 1 ആവുന്നത് എങ്ങനെയാണ്? -1. അപ്പോൾ -1. അടുത്തതെന്തായി? 15 16 ആയി. +1 അത് എഴുതണ്ട. പിന്നെ അതേപോലെ തന്നെ 17 16 ആയി -1, 24 25 ആയി +1. അപ്പോൾ നമ്മുടെ കോഡ് +1 -1 +1 -1 ആണ്. അപ്പോൾ അതേ ഇത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ക്രോസിൽ CROSS. സിൻ്റെ വാല്യൂ എന്താണ്? പ്ലേസ് വാല്യൂ 3, ആറിൻ്റെ വാല്യൂ 18, ഒൻ്റെ വാല്യൂ 15, എസിൻ്റെ വാല്യൂ 19, എസിൻ്റെ വാല്യൂ 19. പിന്നെ അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് +1 -1 ഫോർമാറ്റിൽ ചെയ്ത് നോക്കിയാലോ? ഫസ്റ്റ് +1 ചെയ്യുമ്പം എത്രയാണ് വരിക? 3 + 1 എന്ന് പറയുമ്പോൾ 4. 4ൻ്റെ വാല്യൂ വരുന്നത്, ലെറ്റർ വരുന്നത് എന്താണ്? ഡി ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ഡി ഇല്ല. അതും കൂടെ ചെക്ക് ചെയ്യണം. നമ്മൾ ഡയറക്റ്റ് സോൾവ് ചെയ്ത് പോരുത്. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ അതേ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്ഷൻ നോക്കാണ്ട് ചെയ്ത് തന്നെ നമ്മുടെ സമയം വേസ്റ്റ് ആവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡി വരുന്നില്ല. അപ്പോൾ +1 ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം -1 ചെയ്ത് നോക്കാം. -1 അതായത് 3 - 1 എന്ന് പറയുമ്പോൾ എന്താണ്? 2. 2ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ബി. ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ -1 ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ -1 ചെയ്തു. -1 ചെയ്യുമ്പോൾ എന്താണ്? 3 - 1 എന്ന് പറയുമ്പോൾ എന്താണ്? 2. പിന്നെ അടുത്തത് പ്ലസ് അല്ലേ വരിക. ഇവിടെ +1 -1 തുടങ്ങി. ഇവിടെ വരുന്ന
എന്താണ് -1 +1. അപ്പോൾ അടുത്തത് 18 + 1 എന്ന് പറയുമ്പോൾ എന്താണ് 19. പിന്നെ അടുത്ത മൈനസ് അല്ലേ, 15 - 1 എന്ന് പറയുമ്പോൾ 14. പിന്നെ പ്ലസ് അല്ലേ വരിക, +1 അല്ലേ വരിക, അപ്പോൾ 20 വരും. പിന്നെ അതേപോലെ തന്നെ 18 വരും. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡിജിറ്റൊക്കെ എഴുതിക്കൂടെ, നമുക്ക് ലെറ്ററൊക്കെ എഴുതിക്കൂടെ. 2 എന്ന് പറയുമ്പോൾ എന്താണ് ബി. പിന്നെ അതേപോലെ തന്നെ 19 എന്ന് പറയുമ്പോൾ എന്താണ് എസ്. പിന്നെ അതേപോലെ തന്നെ 14 എന്ന് പറയുമ്പോൾ എൻ. 20 എന്ന് പറയുമ്പോൾ എന്താണ് ടി. 18 എന്ന് പറയുമ്പോൾ 18 എന്ന് പറയുമ്പോൾ എന്താണ് ആറ്. അപ്പോൾ ഏതാണ് BSNTR. BSNTR എന്ന് പറയുമ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, സിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, അതിനൊരു നമ്പർ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, അതിനൊരു നമ്പർ തന്നിട്ടുണ്ട്. ബോയ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിനൊരു നമ്പർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സണ്ണിൻ്റെ കോഡ് ആ നമ്പറിൽ എങ്ങനെയാണ് എഴുതുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് വളരെ എളുപ്പത്തിലുള്ള പ്രോബ്ലമാണ്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3-4 വേർഡ്സ് വരും, അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ലെറ്റേഴ്സ് വരുവാണെങ്കിൽ, ഡിജിറ്റ് വരുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക, തമിഴിലൊക്കെ എഴുതാം. ഫസ്റ്റ് എന്താണ് സിസ്റ്റർ അല്ലേ, സിസ്റ്ററിൻ്റെ കോഡ് എന്താണ് 535301. പിന്നെ അതേപോലെ തന്നെ അങ്കിൾ, അതിൻ്റെ എന്താണ് 84670. അതേപോലെ തന്നെ അടുത്തത് ബോയ് അല്ലേ 129. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സണ്ണ്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം, സിമിലറായ ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്. 5 5. അപ്പോൾ എസിൻ്റെ വാല്യൂ 5 ആണെന്ന് കൺഫേം ആയി. അപ്പം നമുക്ക് വേറൊരു ഐഡിയയും കൂടെ കിട്ടും. വേറെ എന്തെങ്കിലും നമുക്ക് നോക്കാം, ലെറ്റേഴ്സ് കോമൺ ആയിട്ട് വരുന്നുണ്ടോ എന്ന്. ഇ ഇവിടെ ഉണ്ട്, ഇൻ്റെ വാല്യൂ 0. ഇവിടെ ഇ ഉണ്ട്, ഇൻ്റെ വാല്യൂ 0. അപ്പോൾ ഇത് പിന്നെ ഇവിടെ ഇപ്പം ഇത്രയും നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഓരോ ഇതും നമ്പറും ലെറ്ററും കറസ്പോണ്ടിങ് ആണ്, അത് ഫിക്സഡ് ആയിരിക്കും. ഇപ്പം എസ്സിന് 5 ആണെങ്കിൽ എല്ലായിടത്തും ഈ കോഡിന് മൊത്തം 5 തന്നെ. ഇക്ക് 0 ആണെങ്കിൽ എല്ലാം ഇക്ക് 0 ആണ്. അങ്ങനെയാണ് നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. എസ്സിൻ്റെ കാര്യം നമുക്കറിയാം, എന്താണ് 5 എഴുതാം. പിന്നെ അതേപോലെ തന്നെ ഓയിൻ്റെ എവിടെയാണ് കൊടുത്തത്, ബോയിലല്ലേ, ഓയ്ക്ക് എന്താണ് വരിക 2 അല്ലേ. പിന്നെ അതേപോലെ തന്നെ എന്നിൻ്റെ വാല്യൂ എവിടെ വരുന്നത്, ഇവിടെ അങ്കിളിൽ വരുന്നുണ്ടല്ലോ 4. അപ്പോൾ 524 സണ്ണിൻ്റെ കോഡ് വരുന്നത്. 524 എന്ന് പറയുമ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ.